ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കണ്ടപ്പോൾ ചിലവർക്കൊക്കെ മനസ്സിലായി കാണും എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇത് ഗ്രീനിയം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലൈവായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് എന്ന് വെച്ചാൽ ലൈവായിട്ടുള്ള പ്ലാസ്റ്റിക് ചെടിയല്ല, ഒറിജിനലായിട്ടുള്ളൊരു ചെടിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ചെടിയൊക്കെ വാങ്ങുന്നത്. ദിസ് സൈഡ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ എൻ്റെ ഏതാണെങ്കിലും ഹാൻഡിൽ വിത്ത് കെയർ പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് പ്രൊഡക്റ്റ് വന്നാലും ഇങ്ങനെയാണ് വരാറ്. ഇതും ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. പാക്കേജ് നോക്കുവാണെങ്കിൽ ലീവ് ഇറ്റ് ടു ആസ് ടു മേക്ക് യുവർ സ്മൈൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് പാക്കേജ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലാഗില്ലാതെ നേരെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആവുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തതാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫോട്ടോസ് എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞിട്ടുള്ളതും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പാക്കേജ് അത്യാവശ്യം നല്ലതായിട്ട് പോയിട്ടുണ്ട്. എന്തോ അതിൻ്റെ അകത്തെ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഒരിലയൊക്കെ കാണാം. എന്താ അതിൻ്റെ അകത്തെ അവസ്ഥ എന്നുള്ളത് എടുത്താലേ അറിയൂ. താഴെ നിന്നായിരുന്നോ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നേക്കുന്നത്. ഞാനൊരു സെഡ് പ്ലാന്റ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. സെഡ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്ന സെല്ലർ നന്നായിട്ട് പാക്കൊക്കെ ചെയ്താൽ വിട്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഡെലിവറിയുടെ ആൾക്കാർ, കൊറിയറുകാർ വല്ലാതെ ഇട്ട് വലച്ച് ആണെന്ന് തോന്നുന്നു ഇത് വന്നേക്കുന്നത്. ഇതാണ് പ്ലാന്റ് വന്നേക്കുന്നത്. ഇത് മൊത്തം അളിഞ്ഞു പോയി. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു. അതിൻ്റെ വിത്തിൻ്റേത് ഒരു വിത്തായിരുന്നുള്ളത്. അതിനും ഒരു വാട്ടമുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് മീഷോയിൽ നിന്നുള്ളതാണ്. ഞാൻ മീഷോയിൽ റിട്ടേൺ ഉൾപ്പെടെ ഉള്ള രീതിയിലാണ് എടുത്തത്. നമുക്ക് റിട്ടേൺ ഇല്ലാത്ത രീതിയിലാണ് കുറച്ചുകൂടെ പൈസ കുറച്ച് കിട്ടും. പക്ഷേ ഇത് ഈ പ്ലാൻസ് ഒക്കെ എങ്ങനെ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് റിട്ടേൺ ഉൾപ്പെടെ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റാണ് വാങ്ങിയത്. അപ്പം ഇതെന്തായാലും റിട്ടേൺ ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല. ഇത് മൊത്തത്തിലേ അളിഞ്ഞു പോയതാണ്. നമുക്ക് അവർ വെച്ച് തന്നേക്കുന്നോട്ട് തന്നെ വെച്ച് തിരിച്ച് റിട്ടേണിനുള്ള പരിപാടി നോക്കാം. എനിക്ക് തോന്നുന്നു സെല്ലർ നല്ലതായിട്ട് തന്നെ പാക്ക് ചെയ്ത് എല്ലാം ചെയ്തതാണ്. ഈ ഡെലിവറിയുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഷിപ്പിങ് ചെയ്ത ആൾക്കാരുടെ അശ്രദ്ധയും കൊണ്ടാന്ന് തോന്നുന്നു. കാരണം ആ പെട്ടി വരെ, പാക്കേജ് വരെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇതല്ല, ഇതുകൂടാതെ ഒരു പ്ലാന്റ് കൂടെ നമ്മൾ ലൈവ് പ്ലാന്റ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഇനിയും വരുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. ഈ പ്രോഡക്റ്റ് മൊത്തത്തിൽ പോയതാണ്. അപ്പം ഇതിൻ്റെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയാണ് അതിൻ്റെ അവസ്ഥ. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ റിട്ടേണും റീപ്ലേസ്മെൻറ്റും ഉള്ള പ്രോഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ഞാനിത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റോട്ട് നമുക്ക് അടുത്ത വിളിച്ച് വന്നാൽ 6:30 അതൊരു താങ്ക് യു.